Hi, good morning. Today I'm going to give classes on distributed computing second module. Let's look on to the topics that we have in the module 2. First topic is logical time, which includes scalar time and vector time. Then next comes the leader election algorithm. Then next is global state and snapshot recording algorithms. Then snapshot algorithm for FIFO channels. Next is termination detection. Let's move on to the introduction part. So, the concept of causality between events is fundamental to the design and analysis of parallel and distributed computing and operating systems. Usually, causality is tracked using physical time. However, in distributed systems, it is not possible to have global physical time. It is possible to realize only an approximation of it. നമ്മൾക്കറിയാം നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിലൊക്കെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു ടേം ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത് കൊസാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. അപ്പൊ കൊസാലിറ്റി എങ്ങനെയാണ് യൂഷ്വലി ട്രാക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ടൈം യൂസ് ചെയ്തിട്ടാണ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റത്തിൽ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് പോസിബിൾ അല്ല. കാരണം നമ്മൾക്ക് ഗ്ലോബൽ ഫിസിക്കൽ ടൈം അതിൽ പോസിബിൾ അല്ല. ഒരു ഗ്ലോബൽ ക്ലോക്ക് അവിടെ ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് പോസിബിൾ അല്ല. As asynchronous distributed computations make progress in spurts, it turns out that the logical time, which advances in gems, is sufficient to capture the fundamental monotonicity property associated with causality in distributed systems. ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻസിൽ നമ്മൾക്ക് ലോജിക്കൽ ടൈം എന്ന് പറയുന്നത് നമുക്ക് ആ ലോജിക്കൽ ടൈം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മോണോട്ടോണിസിറ്റി പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. മോണോട്ടോണിസിറ്റി പ്രോപ്പർട്ടി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. നമുക്ക് മോണോട്ടോണിസിറ്റി പ്രോപ്പർട്ടി വഴിയാണ് നമുക്ക് കൊസാലിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഈ മോണോട്ടോണിസിറ്റി പ്രോപ്പർട്ടി എങ്ങനെ ക്യാപ്ചർ ചെയ്യാം എന്നുള്ളത് ലോജിക്കൽ ടൈം യൂസ് ചെയ്തിട്ടാണ്. 3 ways to implement logical time is actually scalar time, vector time and matrix time. അപ്പോൾ മോണോട്ടോണിസിറ്റി പ്രോപ്പർട്ടി ആണ് നമ്മൾക്ക് കൊസാലിറ്റിനെ നമ്മൾക്ക് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻസിലൊക്കെ. അപ്പോൾ അത് എങ്ങനെ അറിയാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ലോജിക്കൽ ടൈം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എങ്ങനെ ലോജിക്കൽ ടൈം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? സ്കെയിലർ ടൈം, വെക്ടർ ടൈം ആൻഡ് മെട്രിക്സ് ടൈം. നമ്മൾ സിലബസിൽ കവർ ചെയ്തിട്ടുള്ളത് സ്കെയിലർ ടൈം വെക്ടർ ടൈമാണ്. അപ്പൊ അത് നമ്മൾ കൂടുതൽ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. Causality among events in a distributed system is a powerful concept in reasoning, analyzing, and drawing inferences about a computation. Causality ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ. അത് റീസണിങ്, അനലൈസിങ് അല്ലെങ്കിൽ ഇൻഫറൻസസ് ഒക്കെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഷന്റെ ഇൻഫറൻസ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് പർട്ടിക്കുലർ causality എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. The knowledge of causal precedence relation among the events of process helps solve a variety of problems in distributed systems. അപ്പൊ ഈ causality precedence relation, causal precedence relation എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ. കാരണം പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ റിലേഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. In a system of logical clocks, every process has a logical clock that is advanced using a set of rules. Every event is assigned a timestamp, and the causality relation between the events can be generally inferred from their timestamps. ഇതെങ്ങനെ അറ്റൈൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിലും ഓരോ ഇവന്റ്സിനും ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ട്. ആ ടൈം സ്റ്റാമ്പിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മോണോട്ടോണിസിറ്റി പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്തിട്ടുണ്ടോ നോക്കുന്നത്. The timestamps assigned to events obey the fundamental monotonicity property. That is, if an event A causally affects an event B, then the timestamp of A is smaller than that of timestamp of B. A causally affect B and affect ചെയ്യുന്ന മീൻസ് A ആദ്യം ഒക്കെ ചെയ്യുന്നുണ്ട് അർത്ഥം. അപ്പൊ A ഒക്കെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടൈം സ്റ്റാമ്പ് B എന്ന് പറയുന്ന പർട്ടിക്കുലർ ടൈം സ്റ്റാമ്പിനേക്കാളും കുറവായിരിക്കും. Framework for a system of logical clocks. A system of logical clocks consists of a time domain capital T and a logical clock capital C. Elements of T form a partially ordered set under a relation less than. This relation is usually called the happens before or causal precedence relation. ഈ ലെസ് ദാൻ എന്നൊരു സിമ്പിൾ ജസ്റ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് causal precedenceനെ.
The logical clock capital C is a function that maps an event E in a distributed system to an element in the time domain T, denoted by C of E, and is called the timestamp of E. ഒരു ലോജിക്കൽ ക്ലോക്ക് സിയിൽ ഒരു ഇവന്റിനെ നമ്മൾ അതിന്റെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്നുള്ള രീതിയിലാണ് ലോജിക്കൽ ടൈം റെപ്രസെന്റ് ചെയ്യുന്നത്. സി ഓഫ് ഇ ഇൻ ടൈം ഡൊമൈൻ ടി. സി എഫ് ഇ ആണ് നമ്മൾ ടൈം സ്റ്റാമ്പ് ആയിട്ട് നമുക്ക് ലോജിക്കൽ ക്ലോക്ക് സിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ലോജിക്കൽ ക്ലോക്ക് സിയിൽ ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ ആ ഇവന്റ് ടൈം സ്റ്റാമ്പിനെ ഡിനോട്ട് ചെയ്യുന്നത് സി ഓഫ് ഇ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ള സി എച്ച് ഓഫ് ടി മീൻസ് ഓൾ ഓഫ് ഇവന്റ്സ് എക്സിക്യൂട്ടഡ് ഇൻ ദ ടൈം ഡൊമൈൻ ക്യാപിറ്റൽ ടി. ലോജിക്കൽ ടൈമിൽ ഈ ക്യാപിറ്റൽ ടിയിൽ ഒക്കർ ചെയ്തിട്ടുള്ള മീൻസ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇവന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. For every EI EJ element of H, EI implies EJ means C of EI less than C of EJ. ഇവിടെ കൊസാൽ പ്രസൻസി റിലേഷൻ കാണിച്ചിട്ടുള്ള ലെസ് ദാൻ സൈൻ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ടൈം സ്റ്റാമ്പിനെ ഡിനോട്ട് ചെയ്യുന്നത് ലെസ് ദാൻ വെച്ചിട്ടാണ്. അപ്പൊ EI ഇംപ്ലൈസ് EJ എന്ന് പറയുകയാണെങ്കിൽ EI ആദ്യം ഒക്കർ ചെയ്തുകൊണ്ട് ഇതിന്റെ ടൈം സ്റ്റാമ്പ് ഇപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് മോണോട്ടോണിസിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്ലോക്ക് കൺസിസ്റ്റൻസി കണ്ടീഷൻ എന്ന് പറയും. Implementing logical clocks. The implementation of logical clocks requires addressing two issues. അപ്പോൾ ഒരു ലോജിക്കൽ ക്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യണം? ഫസ്റ്റ് വൺ ഇസ് ദ ഡേറ്റ സ്ട്രക്ചേഴ്സ് ലോക്കൽ ടു ഈച്ച് പ്രോസസ് that represent the logical time and a protocol for updating these data structures so as to ensure the clock consistency condition. അപ്പോൾ ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ടാവണം. അതിന്റെ ലോജിക്കൽ ടൈം ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് അതിന്റെ ലോജിക്കൽ ടൈം റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ഉണ്ടാവണം. ദാറ്റ് ഇസ് സെറ്റ് ഓഫ് റൂൾസ് ഫോർ അപ്ഡേറ്റിംഗ് ദീസ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അതിന്റെ ലോജിക്കൽ ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. സെക്കൻഡ് വൺ ഇസ് പ്രോട്ടോകോൾ, ദാറ്റ് ഇസ് സെറ്റ് ഓഫ് റൂൾസ്. ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആദ്യം പറഞ്ഞ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾ ആയിരിക്കണം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കണം to ensure the clock consistency condition. Okay, each process PI maintains local data structures that provide the following capabilities. A local logical clock is denoted by LCI, which allows process PI to measure its own progress. ഒരു ലോക്കൽ ലോജിക്കൽ ക്ലോക്കിനെ ഡിനോട്ട് ചെയ്യുന്നത് LCI എന്നുള്ള രീതി അങ്ങനെ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. LCI ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. വിച്ച് അലൗസ് പ്രോസസ് PI ടു മെഷർ ഇറ്റ്സ് ഓൺ പ്രോഗ്രസ്. എന്ന് വെച്ചാൽ ഒരു ലോക്കൽ ലോജിക്കൽ ക്ലോക്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു പ്രോസസ്സിന്റെ പർട്ടിക്കുലർ പ്രോഗ്രസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നിട്ടുള്ള ഒരു ക്ലോക്കാണ് ലോക്കൽ ലോജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. ലോജിക്കൽ ഗ്ലോബൽ ക്ലോക്കും ഉണ്ട് വേറെ. ഇപ്പൊ ലോക്കൽ ലോജിക്കൽ ക്ലോക്കും ലോജിക്കൽ ഗ്ലോബൽ ക്ലോക്കും ഉണ്ട്. ലോജിക്കൽ ഗ്ലോബൽ ക്ലോക്കിനെ ഡിനോട്ട് ചെയ്യുന്നത് GCI എന്നാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോസസ്സിന്റെ ലോജിക്കൽ വ്യൂ ഓഫ് ലോജിക്കൽ ഗ്ലോബൽ ടൈമിനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മറ്റേത് ലോക്കൽ ലോജിക്കൽ ടൈം വെച്ചാൽ ആ ഒരു പ്രോസസ്സിന്റെ ആ പ്രോഗ്രസ് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് അങ്ങനെയല്ല, ഗ്ലോബൽ ടൈം വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ക്ലോക്ക് എനേബിൾസ് ദ പ്രോസസ് ടു അസൈൻ കൺസിസ്റ്റന്റ് ടൈം സ്റ്റാമ്പ്സ് ടു ഇറ്റ്സ് ലോക്കൽ ഇവന്റ്സ്. ടിപ്പിക്കലി LCI ഈസ് എ കമ്പോണന്റ് ഓഫ് GCI. ലോജിക്കൽ ഗ്ലോബൽ ടൈമിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടായിരിക്കും നമ്മൾക്ക് ഒരു കമ്പോണന്റ് ആയിട്ടായിരിക്കും ലോക്കൽ ലോജിക്കൽ ക്ലോക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് LCI ഈസ് എ കമ്പോണന്റ് ഓഫ് GCI. The protocol ensures that the process logical clock and thus its view of global time is managed consistently. The protocol consists of following two rules. പ്രോട്ടോകോൾസ് പറഞ്ഞിട്ടുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെ റൂൾസിലാണ് അത് എന്തൊക്കെ റൂൾസ് ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞില്ല ഒരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രോട്ടോകോളും ഉണ്ട്. പ്രോട്ടോകോൾ എന്താണ്? അതിന്റെ സെറ്റ് ഓഫ് റൂൾസ് ആണുള്ളത്. അപ്പൊ ഏതൊക്കെ റൂൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂൾ ഇസ് ദാറ്റ് this rule governs how the local logical clock is updated by a process when it executes an event. ഒരു റൂള്
എങ്ങനെ ഒരു ലോജിക്കൽ ക്ലോക്കൽ ടൈം അപ്ഡേറ്റ് ചെയ്യാം? പർട്ടിക്കുലർ പ്രോസസ്സിന്റെ ഈവൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഈവൻസ് മീൻസ് ഏതൊക്കെ ഈവൻസ് ആണ്? സെൻഡ് ഉണ്ട്, റിസീവ് ഉണ്ട്, ഇന്റേണൽ ഈവൻസ് ഉണ്ട്. ഈ ഈവൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ റൂൾസ് ആണ് യൂസ് ചെയ്തിട്ടാണ് ആ ലോജിക്കൽ ക്ലോക്കിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലോക്കൽ ലോജിക്കൽ ക്ലോക്കിനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ. Second rule is that this rule governs how a process updates its global logical clock to update its view of global time and global progress. ഒരു ഗ്ലോബൽ ടൈമും ഗ്ലോബൽ പ്രോഗ്രസിനും എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, മീൻസ് ലോജിക്കൽ ക്ലോക്കിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ആ ലോജിക്കൽ ക്ലോക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ഗ്ലോബൽ ടൈമും ഗ്ലോബൽ പ്രോഗ്രസും. ഓക്കെ, അപ്പൊ എങ്ങനെ ഗ്ലോബൽ ലോജിക്കൽ ക്ലോക്കിനെ അപ്ഡേറ്റ് ചെയ്യാം? അപ്പൊ അതെന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഉണ്ടാവാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് അയക്കുന്ന മെസ്സേജിൽ അതിന്റെ ലോജിക്കൽ ടൈമും ഉണ്ടാവും, അതിന്റെ ഇൻഫർമേഷൻസും ഉണ്ടാവും. ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ, റിസീവ് ചെയ്യണമെങ്കിലൊക്കെ, അപ്പൊ സെൻഡ് ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ അതിന്റെ ലോജിക്കൽ ടൈമും കൂടെ വെച്ചിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. Systems of logical clocks differ in their representations of logical time and also in protocol to update the logical clocks. However, all logical clock systems implement rules R1 and R2 and consequently ensure the fundamental monotonicity property associated with causality. Moreover, each particular logical clock system provides its users with some additional properties. നമ്മൾക്ക് ഇതിന്റെ ആ ഒരു സ്റ്റേറ്റ് സ്പേസ് ഡയഗ്രാം വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. രണ്ട് റൂൾസ് പ്രോട്ടോകോൾസിലുണ്ട്. അത് ഏതൊക്കെ റൂൾസ് ആണ്? ഒന്ന്, അതിന്റെ ലോക്കൽ ലോജിക്കൽ ക്ലോക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് സെൻഡ്, റിസീവ്, ഇന്റേണൽ ഈവൻസ് ഒക്കെ അറിയുമ്പോൾ അതിന്റെ ലോക്കൽ ലോജിക്കൽ ക്ലോക്ക് അപ്ഡേറ്റ് ചെയ്യുക. സെക്കൻഡ് റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഗ്ലോബൽ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വേറൊരു പ്രോസസ്സിലേക്കാണ് ഇവന്റ് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, അവിടെ ഒരു ഗ്ലോബലി എഫക്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ ഗ്ലോബൽ ലോജിക്കൽ ക്ലോക്കിനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ചെയ്യുന്നത് മീൻസ് ഇതിന്റെ ലോക്കൽ ടൈമും കൂടെ സെൻഡ് ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് പ്രോസസ്സിൽ നിന്നാണ് ഫസ്റ്റ് ഇവന്റ് സെൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ അപ്പുറത്തെ ലോക്കൽ ടൈമും കൂടെ സെൻഡ് ചെയ്യും എന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത് സ്കെയിലർ ടൈം ആണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ എങ്ങനെയാണ് സ്കെയിലർ ടൈമിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ദ സ്കെയിലർ ടൈം റെപ്രസെന്റേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ലാംബോർട്ട് ഇൻ 1978 as an attempt to totally order events in a distribute system. ഒരു ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റത്തിൽ ഇവന്റ്സിനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടുള്ള ആ ഒരു റെപ്രസെന്റേഷനിൽ ലാംബോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ റെപ്രസെന്റേഷൻ മെത്തേഡാണ് സ്കെയിലർ ടൈം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. The time domain in this representation is set of non-negative integers. ഇവിടെ ടൈം ഡൊമൈനിൽ ഉണ്ടാവുന്ന ഒരു സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇന്റിജേഴ്സ് ആയിരിക്കും ആ ടൈമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. The logical local clock of process PI and the local view of global time are squashed into a single integer CI. ഇവിടെ നമുക്ക് CI വെച്ചിട്ടാണ് അവര് ആ പർട്ടിക്കുലർ ലോജിക്കൽ ക്ലോക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് റൂൾസ്, നേരത്തെ പറഞ്ഞ റൂൾസ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ റൂൾസ് ഒന്നുകൂടെ ഇവിടെ മോഡിഫൈ ചെയ്തിട്ട് പറഞ്ഞു. ഫസ്റ്റ് ഇവിടെയും റൂൾസ് ഉണ്ടല്ലോ, കോമൺ റൂൾസ് ആണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇന്റേണൽ ഇവന്റ്സ് ഉണ്ടാകുമ്പോൾ അതിന്റെ ലോജിക്കൽ ക്ലോക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അത് തന്നെ പറഞ്ഞിട്ടുള്ളത്, ക്ലോക്ക് അപ്ഡേറ്റ് ബിഫോർ ഇവന്റ്സ്, ദാറ്റ് ഈസ് അപ്പൊ ഒരു ബിഫോർ എക്സിക്യൂട്ടിംഗ് any event, send, receive or internal process PA updates its clock according to CI plus D. ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ലോക്കൽ ടൈം മീൻസ് ലോജിക്കൽ ക്ലോക്ക് അപ്ഡേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് CI ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ലോക്കൽ ലോജിക്കൽ ക്ലോക്ക്, അത് CI plus D എന്ന് പറഞ്ഞ നമ്മൾ അപ്ഡേഷൻ നടത്തും. D എപ്പോഴും 1 ആയിട്ട് തന്നെയാണ് എടുക്കുന്ന ചോയ്സ്. വേണമെങ്കിൽ അതിൽ വ്യത്യാസം വരുത്താനും സാധ്യതയുണ്ട്. മീൻസ് വേണമെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 1 എടുക്കാനും ചാൻസ്. നോർമലി 1 ആണ് എടുക്കുന്നത്. പിന്നെ ഓരോ അതനുസരിച്ചിട്ടും ചോയ്സ് മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ഇസ് റൂൾ 2, ദാറ്റ് ഇസ് മെസ്സേജ് ട്രാൻസ്മിഷൻ ആൻഡ് റിസെപ്ഷൻ. ഈച്ച് മെസ്സേജ് സെൻഡ് ബൈ എ പ്രോസസ് പിഗ്ഗിബാക്സ് ദി കറന്റ് ക്ലോക്ക് വാല്യൂ ഓഫ് ദ സെൻഡർ. എന്ന് വെച്ചാൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ലോക്കൽ ടൈമും കൂടി അത് സെൻഡ് ചെയ്യും. ഇപ്പോ മെസ്സേജ് ആ ടൈം സ്റ്റാമ്പും കൂടെ സെൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പൊ അതിന്റെ റൂൾസിൽ അപ്ഡേറ്റ് ലോക്കൽ ക്ലോക്ക് ഉണ്ട്,
മീൻസ് സെക്കൻഡ് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ആ ലോക്കൽ ടൈമും കൂടെ സെൻഡ് ചെയ്യും. അതിനുശേഷം അതിന്റെ ലോക്കൽ ക്ലോക്ക് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, ആ അയക്കുന്ന മെസ്സേജിന്റെ കൂടെ തന്നെ അതിന്റെ ടൈം സ്റ്റാമ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ ആ പർട്ടിക്കുലർ പ്രോസസ്സിന്റെ ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ടാവും. ആ ടൈം സ്റ്റാമ്പ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് മാക്സിമം വാല്യൂ എടുക്കുന്നത്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് മാക്സിമം. പിന്നെ എക്സിക്യൂട്ട് റൂൾ 1 മീൻസ് അതിന്റെ പർട്ടിക്കുലർ ക്ലോക്ക് CI+D എന്ന് പറഞ്ഞ് ഇൻക്രിമെന്റ് ചെയ്യുക. അത് ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഇലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പ്രോസസ് P1, P2, P3 ഇതിന്റെ ഇവന്റ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇവന്റ് അതിന്റെ ടൈം സ്റ്റാമ്പ് CI+D, ദാറ്റ് ഇസ് 0+1 എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഇവന്റിന്റെ 1 തന്നെയാണ്. പിന്നെ അടുത്ത് പോകുമ്പോൾ എന്താ പറയാ, ഒന്നും കൂടെ ആഡ് ചെയ്യണം. ബിഫോർ ഒക്കറിങ് അടുത്ത ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ മീൻസ് 1 ആഡ് ചെയ്യുമ്പോൾ അത് 2 വരും. 1+1 2 വരുമ്പോൾ പിന്നെ അത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് സെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്താ സെക്കൻഡ് റൂൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, റൂൾ 2 അതിന്റെ മെസ്സേജ് അതിന്റെ ടൈം സ്റ്റാമ്പും കൂടെ സെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ടൈം സ്റ്റാമ്പ് ഇവിടെ സെൻഡ് ചെയ്തു, ദാറ്റ് ഇസ് 2. ഈ 2 കൂടെ ഇവിടെ സെൻഡ് ചെയ്തു. അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ 1 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് 1+1 ആ, 2 ആ വരേണ്ടത്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാക്സിമം ഓഫ് CI, ഇവിടെ CIയും ഇത് മെസ്സേജ് ഇവിടെ അയക്കുന്ന മെസ്സേജിന്റെ 2 ഇവിടെയും 2 ആ വരുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, മീൻസ് അത് തന്നെയാ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് 2 തന്നെ വരും. 2 പിന്നെ റൂൾ 1 എന്നൂടെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ 2+1, റൂൾ 1 മീൻസ് +Dയും കൂടെ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ 3 ആയി. ഓക്കെ, ഇനി 3 നെക്സ്റ്റ് പോകുമ്പോൾ 4, 3+1 4, 3+D 4 ആയിട്ട് പിന്നെ 4 ഇവിടെ നിന്ന് മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ടൈം സ്റ്റാമ്പ് ഇവിടെ വെച്ചാൽ സെൻഡ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് 4 ഇവിടെ സെൻഡ് ചെയ്യും. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 1+1 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 1 4, അപ്പൊ CIയിൽ മാക്സിമം ഓഫ് 1 4 വരുമ്പോൾ 4 നമ്മൾ സെലക്ട് ചെയ്യും. ആ 4+ പിന്നെ റൂൾ 1 മീൻസ് D, CI+D ചെയ്യുമ്പോൾ 4+1 5 അങ്ങനെ വരും. നെക്സ്റ്റ് 6, 5+1 6, 6+1 7, 7 മെസ്സേജ് സെൻഡ് ചെയ്യും. 7 കൂടെ സെൻഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 4ഉം 7 ആ വന്നത്. 4ഉം 7ൽ 7 ആണ് എടുക്കുന്നത്. 7+1 8, 8 പിന്നെ +1 ആഡ് ചെയ്യുമ്പോൾ 9, 9 കൂടെ സെൻഡ് ചെയ്യും. 9+1 ഇവിടെ 7 5 ആവുന്നത്. 5+1 5 ആ ഇവിടെ വരുന്നത്. 5ഉം 9ഉം വരുമ്പോൾ 9 ഓൾമോസ്റ്റ് സെലക്ട് ചെയ്യും, മീൻസ് മാക്സിമം 9 ആണ്. 9+1 10, പിന്നെ 10+1 11. അങ്ങനെ ഈ ഫിഗർ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 2 റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇവന്റ് അടുത്ത ഇവന്റിലേക്ക് പോകുമ്പോഴത്തേക്ക് മീൻസ് ആഡ് ചെയ്ത് ഓക്കർ ചെയ്യുന്ന മുമ്പ് തന്നെ അത് ആഡ് ചെയ്ത് 1 ആഡ് ചെയ്താണ് പോകുന്നത്. പിന്നെ സെക്കൻഡ് റൂൾ അനുസരിച്ചിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം സ്റ്റാമ്പും കൂടെ സെൻഡ് ചെയ്യും. അതും പിന്നെ ആ പർട്ടിക്കുലർ പ്രോസസ്സിന്റെ ടൈം സ്റ്റാമ്പും കൂടെ ആയിട്ട് അത് കമ്പയർ ചെയ്ത് മാക്സിമം വാല്യൂ എടുക്കും, +1 ആഡ് ചെയ്യും റൂൾ 1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. നെക്സ്റ്റ് ഇസ് ബേസിക് പ്രോപ്പർട്ടീസ്. First property is consistency property. Second property is total ordering. Third is event ordering. Event counting. Fourth is no strong consistency. So consistency property means എങ്ങനെയാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ഇവന്റ് അത് മോണോട്ടോണിസിറ്റി എന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഇസ് EI implies EJ means CF less than CF ഓൾറെഡി നമുക്ക് അറിയാവുന്ന മോണോട്ടോണിസിറ്റി പ്രോപ്പർട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഇസ് ടോട്ടൽ ഓർഡറിംഗ്. സ്കെയിലർ ക്ലോക്സ് ക്യാൻ ബി യൂസ്ഡ് ടു ടോട്ടലി ഓർഡർ ഈവൻസ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ലാംബോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു കൺസെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ദാറ്റ് ഇസ് ടോട്ടലി ഓർഡർ ഈവൻസ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. The main problem in totally ordering event is that 2 or more events at the different process may have identical timestamps. ഇപ്പോൾ പല പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പല പ്രോസസ്സുകളുടെ ഇവന്റ്സിനും ഐഡന്റിക്കൽ ടൈം സ്റ്റാമ്പ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോർ 2 events E1 and E2, CEF E1 = CF, അത് നമ്മളിവിടെ 1 എന്ന് പറഞ്ഞ ഇവിടെ കാണിച്ചിട്ടുണ്ടോ, രണ്ടിനും സെയിം ടൈം സ്റ്റാമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ തേർഡ് ഇവന്റിനും ഫസ്റ്റ് ഇവന്റിനും അതുപോലെ തന്നെ സെക്കൻഡ് ഇവന്റിനൊക്കെ ഐഡന്റിക്കൽ ടൈം സ്റ്റാമ്പ്സ് വന്നിട്ടുണ്ട്. അപ്പം അവിടെ ടൈപ്പ് ബ്രേക്കിംഗ് മെക്കാനിസംസ് ആണ് വേണ്ടത്. അപ്പോൾ ടൈപ്പ് ബ്രേക്കിംഗ് മെക്കാനിസം വരുമ്പോൾ എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് പ്രോസസ്സിനാണോ പ്രോസസ് ഐഡന്റിഫയർ ലോവർ ആയിട്ടുള്ളത്
അതിനാണ് ഹയർ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ P1, P2, P3 ഇതിന്റെ ഐഡന്റിഫയേഴ്സ് നോക്കി 1, 2, 3. ഇതിൽ ഏറ്റവും ചെറിയ ഐഡന്റിഫയർ ഉള്ളതിന് ഹയർ പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ P1 ഈസ് ഹാവിംഗ് ഹയർ പ്രയോറിറ്റി ദാൻ P2 ആൻഡ് P3. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ടൈ ബ്രേക്കിംഗ് വരുമ്പോൾ പ്രോസസ് ഐഡന്റിഫയേഴ്സ് ആർ ലീനിയർലി ഓർഡേർഡ് ടൈ എമംഗ് ഇവന്റ്സ് വിത്ത് ഐഡന്റിക്കൽ സ്കെയിലർ timestamps is broken on the basis of their process identifiers. Okay, the lower the process identifiers in the ranking, the higher the priority. അത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. Next is event counting. If the increment value d is always 1, the scalar time has the following interesting property. If an event e has a timestamp h, then h minus 1 represents the minimum logical duration counted in units of events required before producing the event e. We call this as height of event e. നമ്മൾക്കറിയാം മിക്കപ്പോഴും ഈ d എന്ന് പറയുന്ന വാല്യൂ 1 ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും, ഇപ്പൊ h എന്ന് പറയുന്നത് ഒരു ഇവന്റിന്റെ ടൈം സ്റ്റാമ്പ് ആണെങ്കിൽ അത് h-1 അതിന്റെ ഹൈറ്റ് ആയിരിക്കും. ടോട്ടൽ ഈവൻസ് അതിന് മുൻപ് എത്ര നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് h-1 കൊണ്ട് അറിയാൻ പറ്റും. ഇവിടെ 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റിന്റെ ബി ആണ് നമ്മളിവിടെ h ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 5 ഇവന്റ്സ് ഓൾറെഡി അതിന്റെ മുൻപ് ഒക്കർ ചെയ്തിട്ടുണ്ടാവണം. 5 ഇവന്റ്സ് അതിന്റെ ഓൾറെഡി മുൻപ് ഒക്കർ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഹൈറ്റ് 5 ആയിരിക്കും h-1 എന്ന് പറയുന്നത്. No strong consistency. The system of scalar clocks is not strongly consistent. That is, for two events EI and EJ, CEI less than CEJ does not implies that EI implies EJ. CEI less than CEJ. ഇപ്പോൾ ടൈം സ്റ്റാമ്പ് കുറവാണെങ്കിലും നമ്മൾക്ക് ചില കേസുകളിൽ അങ്ങനെ പറയാൻ പറ്റില്ല. EI ആദ്യം ഒക്കെ ചെയ്തെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഈ സ്റ്റേറ്റ് സ്പേസ് ഡയഗ്രം ചില ഒരു കണ്ടീഷൻസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഭയങ്കര സ്ട്രോങ് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. നെക്സ്റ്റ് ഈസ് വെക്ടർ ടൈം. The system of vector clocks are developed independently by Fitch, Matin, and Smith. In the system of vector clocks, the time domain is represented by a set of n-dimensional vectors of നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ്. നമ്മൾക്കറിയാം സ്കെയിലർ ക്ലോക്കിൽ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആയിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു വെക്ടർ ആയിരിക്കും. അപ്പോൾ അതിന്റെ ടൈം ഡൊമൈൻ അനുസരിച്ചിട്ട് n-dimensional വെക്ടേഴ്സ് ആയിരിക്കും അതിന്റെ വെക്ടർ ക്ലോക്ക് ആയിട്ട് വരുന്നത്. ഈച്ച് പ്രോസസ് PI മെയിൻറ്റെയിൻസ് എ വെക്ടർ VCI, where VCII is the local logical clock of process PI and describes the logical time progress at PI. The component VCIJ represents a process PI's latest knowledge of local logical time at process PJ. If VCIJ is equal to X, then the process PI knows that the local time at process PJ has progressed to X. നമ്മൾക്ക് ഈ മറ്റേ അതുപോലെ തന്നെ ആവശ്യം ഇവിടെ ഒരു വെക്ടർ രൂപത്തിലായിരിക്കും എന്ന് മാത്രമേ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കമ്പോണന്റ് VCIJ റെപ്രസെന്റ് എ പ്രോസസ് ലേറ്റസ്റ്റ് നോളജ് ഓഫ് ലോജിക്കൽ ടൈം അറ്റ് പ്രോസസ് PJ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോ ഓരോ പ്രോസസ്സിനും ഓരോ വെക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വെക്ടറിന്റെ ഇപ്പൊ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് PIയുടെ വെക്ടേഴ്സ് എത്ര പ്രോസസ്സുകൾ ഉണ്ടോ അതിന്റെ ലോക്കൽ ടൈം വെച്ചിട്ടുള്ള ഒരു വെക്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. ആ ടൈമിൽ ഏതാണോ അതിന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് അതനുസരിച്ചിട്ടിരിക്കും ആ വെക്ടർ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മൂന്ന് പ്രോസസ്സുകൾ ഉണ്ട് കണ്ടോ. 3 പ്രോസസ്സുകളുടെ ആ ലോജിക്കൽ ടൈമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം അപ്ഡേഷൻ അതിന് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള ടൈം ആയിരിക്കും അതിന്റെ വെക്ടറിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2 റൂൾസ് ഇവിടെ നേരത്തെ പോലെ തന്നെയുണ്ട്. ആ റൂൾസ് സെയിം മറ്റേ സ്കെയിലർ ടൈമിലുള്ള പോലെ തന്നെയാണ്. എന്നുവെച്ചാൽ ഓരോ പ്രോസസ്സുകളുടെയും ലോജിക്കൽ ടൈം അപ്ഡേറ്റ് ചെയ്യും D വെച്ചിട്ട്. അതേപോലെ തന്നെ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതും മെസ്സേജ് അതിന്റെ ടൈം സ്റ്റാമ്പ് സെൻഡ് ചെയ്യും. അപ്പോൾ ആ ടൈം സ്റ്റാമ്പ് അനുസരിച്ചിട്ട് അതിന് അപ്ഡേഷൻ മാക്സിമം വാല്യൂ ഏതാണോ അത് എടുക്കും. എന്നിട്ട് അവിടെ പിന്നെയും ഇതുപോലെ തന്നെ ഫസ്റ്റ് റൂൾ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ മെസ്സേജ് ഡെലിവറി ചെയ്യും. നമുക്ക് ഫിഗറിൽ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്.
മൂന്ന് പ്രോസസ്സുകൾ ഉണ്ട്. മൂന്ന് പ്രോസസ്സുകളുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രോസസ്സിന്റെ ടൈം 1, പിന്നെ ആദ്യത്തെ ഇവന്റിന്റെ ടൈം, ആ പ്രോസസ്സിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി ആഡ് ചെയ്യുന്നപ്പോ അത് 1, പിന്നെ 0 കാരണം അതിന്റെ വേറെ പ്രോസസ്സുകളുടെ അപ്ഡേഷൻ ഒന്നുമില്ല. നെക്സ്റ്റ് സെക്കൻഡ് ഇസ് ഇറ്റ് വിൽ ആഡ് ദാറ്റ് കറണ്ട്, ആ കറണ്ട് പ്രോസസ്സിന്റെ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ 1 ആഡ് ചെയ്തു ഇവിടെ. അപ്പോൾ 200. ഇനി അത് മെസ്സേജ് സെൻഡ് ചെയ്യാം ഇങ്ങോട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഇതും കൂടെ ടൈം സ്റ്റാമ്പ് വെച്ച് സെൻഡ് ചെയ്യും. ദാറ്റ് ഇസ് 200 കൂടെ ഉണ്ടാവും. അപ്പൊ ഇനീഷ്യലി ഈ പ്രോസസ് 2 എന്താണ് 010 ഉണ്ട്. അപ്പോൾ അടുത്ത ഇവന്റ് ഒക്കെ നമ്മൾ 020 ആയിരിക്കും. ഇപ്പൊ 020 ആൻഡ് 200 ഇത് രണ്ടും ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 0+2 ആഡ് ചെയ്യുമ്പോൾ 2 വരും. 2+0 ആഡ് ചെയ്യുമ്പോൾ 2 വരും. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ വാല്യൂ വരുന്നത്. ഇവിടുത്തെ വാല്യൂ വന്ന് പിന്നെ അടുത്തത് വരുമ്പോ ഇവിടുത്തെ ടൈം അപ്ഡേറ്റ് ചെയ്യും 3. പിന്നെ അത് മെസ്സേജ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. ഇവിടുത്തെ ടൈം ഇപ്പൊ എന്തായിരിക്കും 002 ആയിരിക്കും ഇവിടെ. 002,230. അപ്പൊ ഇവിടുത്തെ വാല്യൂ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് 002 ഇവിടെ 2 തന്നെ 2 ആയിട്ട് വരും. പിന്നെ ഇവിടെ 23 ആഡ് ചെയ്ത് വരും. പിന്നെ അടുത്തത് ഇവിടുത്തെ ടൈം മാത്രം ആഡ് ചെയ്യും. ദാറ്റ് ഇസ് 233. ഇനി 234 ഇങ്ങോട്ട് മെസ്സേജ് സെൻഡ് ചെയ്യണം. 234 മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 300 234 ഇങ്ങോട്ട് വരുമ്പോ അതിൽ നമ്മളെന്താ 3 പ്ലസ് അടുത്ത ആഡ് ചെയ്യുമ്പോൾ 3 ആണല്ലോ ഹയസ്റ്റ്. അപ്പൊ 3+1 4, പിന്നെ 3യും 4. നെക്സ്റ്റ് ഇസ് ഇവിടെ മാത്രം ആഡ് ചെയ്യും. 5 മാത്രം ഇൻക്രിമെന്റ് ചെയ്യും. പിന്നെ അവിടെ മെസ്സേജ് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ടൈം സ്റ്റാമ്പ് കൂടെ സെൻഡ് ചെയ്യും. ഇവിടെ സെൻഡ് ചെയ്യുമ്പോൾ എന്താ പറയാ 250 ആണ് ഇവിടെ വരുന്നത്. 250. അപ്പൊ അതനുസരിച്ചിട്ട് ഇവിടെ അപ്ഡേഷൻ വരും. ഇവിടെ 5 ആവും, പിന്നെ 5, പിന്നെ 4. നെക്സ്റ്റ് ഇസ് 5, 6, 4. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Basic properties include isomorphism. Second one is strong consistency. Third is event counting. അങ്ങനെ 3 പ്രോപ്പർട്ടീസ് ഉള്ളത്. ഫസ്റ്റ് ഇസ് isomorphism, that is the relation induces a partial order on the set of events produced by the distributed execution. The events in a distributed system are time-stamped using vector clocks. We obtain the property if two events x and y have the timestamps vh and vk, then we can able to represent that that vector time of h means x ന്റെ ടൈം ആണ് ഹെച്ചും, പിന്നെ വൈയുടെ ആണ് നമ്മൾ വി കെ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ടൈം സ്റ്റാമ്പ്സ്. ഓക്കെ, അപ്പൊ അത് ലെസ് ദാൻ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മോണോട്ടോണിസിറ്റി പ്രോപ്പർട്ടി പോലെ തന്നെ കോസാലിറ്റി കൺസിസ്റ്റൻസി പ്രോപ്പർട്ടി പോലെ തന്നെയാണ് ഇവിടെ ഐസോമോർഫിസവും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സ്ട്രോങ് കൺസിസ്റ്റൻസി അത് ആ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. There is an isomorphism between the set of partially ordered events produced by distributed computation and their vector timestamps. പിന്നെ ഇവിടെ എക്സ് ഇംപ്ലൈസ് വൈ ആണെങ്കിൽ എക്സ് പാരലൽ ടു വൈ ആണെങ്കിലും അതിന്റെ എന്താ പറയാ ടൈം സ്റ്റാമ്പ്സും പാരലൽ ആയിരിക്കും. പിന്നെ സ്ട്രോങ് കൺസിസ്റ്റൻസി. The system of vector clocks is strongly consistent, thereby examining the vector timestamps of two events. രണ്ട് ഇവന്റ്സിന്റെ വെക്ടർ ടൈം സ്റ്റാമ്പ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചുകൂടി സ്ട്രോങ്ലി കൺസിസ്റ്റന്റ് ആണ് ഇത്. പിന്നെ ഇവന്റ് കൗണ്ടിങ്, ദാറ്റ് ഇസ് നമ്മളൊക്കെ അറിയാം എപ്പോഴും റൂൾ 1 അനുസരിച്ച് നമ്മൾ ഡി എപ്പോൾ വാല്യൂ 1 ആയിട്ടാണ് കൊടുക്കുന്നത്. So the ith component of vector clock of process pi denoted by VTI of I represents the number of events that particular occurred at pi up to that instant. VTI എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വെക്ടറിൽ ആ പ്രോസസ് പി ഐയുടെ എത്രത്തോളം നമ്പർ ഓഫ് ഇവന്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വരെയുള്ളതാണ് ആ വെക്ടർ വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ith കമ്പോണന്റിന്റെ ഉണ്ടെങ്കിൽ പ്രോസസ് പി ഐ ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വരെയുള്ളത് ഏതൊക്കെയാണോ ഒക്കെ ചെയ്തിട്ടുള്ളത് അതെല്ലാം റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്ത് തന്നിട്ടുള്ളൂ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരാം കേട്ടോ. ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ട്. അപ്പൊ അതും ക്വസ്റ്റ്യൻ ബാങ്കിൽ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളതുണ്ട്. അത് നോക്കിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരാം. Applications, they are used in distributed debugging, implementations of causal ordering communication, causal distributed shared memory,
establishment of global breakpoints, determining the consistency of checkpoints in optimistic recovery. These are actually the applications of vector clocks. Vector clocks and applications important are. Thank you so much.